സ്വന്തം മുതല മിസ് ആണ്. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQs ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. സോ ഈ MCQs എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആളാണ് അല്ലേ എക്സാം വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്ന് മുക്കിൻ്റെ മൂലയിൽ നിന്നൊക്കെയായിരിക്കും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് MCQs വരിക. അപ്പോൾ നമ്മൾ തെരോവായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രം പോരാ, അവിടെ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQs മിസ്സിൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സോഡിയം ആൻഡ് ക്ലോറിൻ ആർ റിയാക്റ്റഡ്. As a result, sodium chloride is formed. ഓക്കെ, സോഡിയത്തെയും ക്ലോറിനെയും നമ്മൾ റിയാക്ട് ചെയ്യിച്ചു, സോഡിയം ക്ലോറൈഡ് കിട്ടി. ആ സോഡിയം ക്ലോറൈഡിനെയാണ് നമ്മൾ ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ സോൾട്ട് എന്നൊക്കെ പറയും, നമ്മൾ കറിയുപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഓപ്ഷൻ ഗീവ്സ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്? ഇതിലെ റിയാക്ടൻസ് ആര്, പ്രോഡക്ട്സ് ആര് എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. മക്കളെ, ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ റിയാക്ഷൻ എങ്ങനെയാണ് വരിക? സോഡിയം എന്ന് പറയുന്നത്, സോഡിയത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് Na ആണ് അല്ലേ, Na ആണ്. ഇനി ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഡയറ്റോമിക് മോളിക്യൂൾ ആണ്, സോ Cl2 എന്ന് മിസ് എഴുതും. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് ആരെയാ കിട്ടുക? NaCl അഥവാ സോഡിയം ക്ലോറൈഡിനെ കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആരൊക്കെ തമ്മിലാണോ റിയാക്ട് ചെയ്യുന്നത്, ആരൊക്കെ തമ്മിലാണോ പരസ്പരം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, അവരെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആരൊക്കെ തമ്മിലാണ് കെമിക്കലി റിയാക്ട് ചെയ്തത്? സോഡിയവും ക്ലോറിനും തമ്മിലാണ് അല്ലേ. അപ്പം ഞാൻ പറയും ഇവിടുത്തെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് മക്കളെ? സോഡിയവും അതേപോലെ ക്ലോറിനുമാണ് പറയും. ഇനി ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പുതിയ ഒരാളെ കിട്ടി, ഒരു ന്യൂ സബ്സ്റ്റൻസ് കിട്ടി, അയാളെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ സോഡിയവും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് NaCl, സോഡിയം ക്ലോറൈഡ് അഥവാ നമ്മുടെ ടേബിൾ സോൾട്ട് അല്ലേ. അപ്പം ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരാ മക്കളെ? ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NaCl ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിയാക്റ്റൻ്റ് സോഡിയവും ക്ലോറിനും, പ്രോഡക്റ്റ് സോഡിയം ക്ലോറൈഡുമാണ്. ഓപ്ഷൻ ഏതാണ്? റിയാക്റ്റൻസ് സോഡിയം ആൻഡ് ക്ലോറിൻ, പ്രോഡക്റ്റ് സോഡിയം ക്ലോറൈഡ്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ. ഇതൊരു സ്കെലിറ്റൽ ഇക്വേഷൻ ആണ് അല്ലേ, ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. ഇനി ബാലൻസ് ചെയ്താൽ എങ്ങനെയാണ് വരിക? നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യണം അല്ലേ. ലെഫ്റ്റ് സൈഡിൽ ഒരു സോഡിയം, റൈറ്റ് സൈഡിലും ഒരു സോഡിയം ഉള്ളൂ, സോഡിയത്തിൻ്റെ എണ്ണം ബാലൻസ്ഡ് ആണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ 2 ക്ലോറിൻ, എന്നാൽ റൈറ്റ് സൈഡിൽ ഒരു ക്ലോറിനേ ഉള്ളൂ. അപ്പോൾ ക്ലോറിൻ്റെ എണ്ണം ബാലൻസ് ചെയ്യണ്ടേ? ക്ലോറിൻ്റെ എണ്ണം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിസ് ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. ഇപ്പം നോക്കിക്കേ, 2 ക്ലോറിൻ 2 ക്ലോറിൻ. ഇനി നമ്പർ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് എണ്ണി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഒരു സോഡിയം, റൈറ്റ് സൈഡിൽ ഇപ്പോഴോ 2 സോഡിയം ഉണ്ട്. നമ്മൾ ഒരു 2 എന്ന് പറയാൻ നമ്പർ അവിടെ ഇട്ട് കൊടുത്തില്ലേ. സോ വി നീഡ് ടു ബാലൻസ് ദാറ്റ് സോഡിയം ഓൾസോ. ടു ബാലൻസ് ദ സോഡിയം ഐ എം ഗോണ ആഡ് എ 2 ഹിയർ. ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. സോ 2Na + Cl2 ഗീവ്സ് 2NaCl. ഇതായിരിക്കും നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്നാലും കെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പോൾ നമ്മൾ കെമിസ്ട്രിക്കാരാണ്, ബാലൻസ് ചെയ്ത് തന്നെ എല്ലാ ഇക്വേഷൻസും എഴുതാനായിട്ട് എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following reaction can also be termed a thermal decomposition reaction? എന്താണ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? ഒരു റിയാക്റ്റന്റ് അല്ലെങ്കിൽ ഒരാൾ ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണല്ലേ, ഒന്നിലധികം പ്രോഡക്റ്റിനെ നമുക്ക് തരുന്നു. അതാണ് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒന്നെങ്കിൽ ഹീറ്റ് എനർജി, അല്ലെങ്കിൽ ലൈറ്റ് എനർജി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഒക്കെ ഇൻവോൾവ് ആകണം അല്ലേ. എനർജിയെ അബ്സോർബ് ചെയ്താൽ മാത്രമേ അവിടെ ഡീകമ്പോസിഷൻ നടക്കൂ. അപ്പോൾ തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നടക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആണ് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി അല്ലേ, തെർമൽ ഡീകമ്പോസിഷൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുക ടിപ്പിക്കലി ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ് പെർഫോംസ് ആൻ എക്സ്പെരിമെൻറ്റ്
ടു ഫോം അലൂമിനിയം ക്ലോറൈഡ് ഫ്രം അലൂമിനിയം ആൻഡ് ക്ലോറിൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അലൂമിനിയവും ക്ലോറിനെയും ചേർത്ത് അലൂമിനിയം ക്ലോറൈഡ് AlCl3 ഉണ്ടാക്കാൻ നോക്കാം. കറക്റ്റായിട്ട് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. മക്കളെ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ ഒരു അലൂമിനിയം, റൈറ്റ് സൈഡിലും ഒരു അലൂമിനിയം. അലൂമിനിയം ബാലൻസ്ഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ 2 ക്ലോറിൻ, റൈറ്റ് സൈഡിൽ 3 ക്ലോറിൻ ഉണ്ട്. ബാലൻസ് ചെയ്യണ്ടേ? ബാലൻസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുക? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. എന്നിട്ട് അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം കേട്ടോ. സോ ഞാനിവിടെ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഹിറ്റ് ചെയ്യാൻ പോവാം. ഇനി നോക്കിക്കേ, ഇപ്പം റൈറ്റ് സൈഡിൽ 2 അലൂമിനിയം, ലെഫ്റ്റ് സൈഡിൽ 1 അലൂമിനിയം ഉള്ളൂ. അപ്പം എനിക്ക് 2 ആക്കണം. എന്താ ചെയ്യേണ്ടേ? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പം 2 അലൂമിനിയം, 2 അലൂമിനിയം. ഇനി ക്ലോറിനിലേക്ക് വരാം. റൈറ്റ് സൈഡിൽ ഇപ്പോഴും 2 ക്ലോറിൻ ആണ്, പക്ഷേ ലെഫ്റ്റ് സൈഡിലോ മക്കളെ, ലെഫ്റ്റ് സൈഡിൽ 2 ക്ലോറിൻ ആണ്, റൈറ്റ് സൈഡിലോ 2 3 6 ക്ലോറിനായി അല്ലേ? ഇപ്പം റൈറ്റ് സൈഡിൽ നമ്മുടെ കയ്യിലുള്ളത് 6 ക്ലോറിൻ ആറ്റംസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ 6 ആക്കണം. ഓൾറെഡി 2 ഉണ്ട്. ഇതിനെ 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ബൈ 3 ആണ്. സോ 2Al plus 3Cl2 gives 2AlCl3. ഏതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ റേഷ്യോ ഇൻ വിച്ച് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ പ്രസന്റ് ഇൻ വാട്ടർ ബൈ വോളിയം. മക്കളെ, വാട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? H2O ആണല്ലേ? ഇതെടുത്താൽ നമുക്ക് കാണാം ഇവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു വാട്ടർ മോളിക്യൂൾസിനെ കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ 2:1 റേഷ്യോയിലാണ് അവിടെ ഹൈഡ്രജനും ഓക്സിജനും ഉള്ളത്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ചേർന്ന് ഇതാ നോക്കിക്കോ മെഥനോൾ ആയിട്ട് മാറുന്നു. ഹൗ ക്യാൻ ബി ദ റിയാക്ഷൻ ക്ലാസിഫൈഡ്? ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആദ്യം ഓപ്ഷനിലേക്ക് നോക്കുന്നതിന് മുമ്പേ എൻ്റെ കുട്ടികൾ തന്നെ ഇതിനൊന്ന് അനലൈസ് ചെയ്തേ. ഇവിടെ നമുക്ക് മനസ്സിലാവും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു റിയാക്റ്റൻ്റ് ആണ്, ഹൈഡ്രജൻ മറ്റൊരു റിയാക്റ്റൻ്റ് ആണ്. സോ 2 റിയാക്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ പ്രോഡക്റ്റ് കിട്ടി. ശരിയല്ലേ? അപ്പോൾ 2 റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് കിട്ടിയാൽ നമ്മളതിനെ എന്താ പറയുക? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ദ റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പിനേഷൻ റിയാക്ഷൻ ആസ് എ കോമ്പൗണ്ട് സെപ്പറേറ്റ്സ് ഇൻറ്റു 2 കോമ്പൗണ്ട്സ്. ശരിയാണോ? കോമ്പിനേഷൻ ആണ്, പക്ഷെ ഒരു കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് 2 ആയിട്ട് മാറുകയാണോ ഇവിടെ ചെയ്തത്? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ഡീകമ്പോസിഷൻ ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. ഇനി അടുത്തത്, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പിനേഷൻ റിയാക്ഷൻ ആസ് 2 കോമ്പൗണ്ട്സ് റിയാക്ട്സ് ഫോം സിംഗിൾ കോമ്പൗണ്ട്. ശരിയല്ലേ? 2 കോമ്പൗണ്ടുകൾ റിയാക്ട് ചെയ്ത് ഒരു സിംഗിൾ കോമ്പൗണ്ടായിട്ട് മാറി കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ അസ്ട്ര ബാച്ചിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ, വെരി ലോങ് ആൻസർ, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ അസ്ട്ര ബാച്ചിലെ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല. അപ്പോൾ വേഗം തന്നെ അസ്ട്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.